നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കയ്പമംഗലം ചളിങ്ങാട് അമ്പലനട പ്രദേശത്ത് കാട്ടുപന്നിയെ കണ്ടെത്തി. ജനവാസ മേഖലയോട് ചേർന്ന സ്ഥലത്താണ് കാട്ടുപന്നിയെ കണ്ടെത്തിയത്. കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിലെ 11-ാം വാർഡിൽ നിർധന കുടുംബത്തിന് സുമനസുകളുടെ സഹായത്തോടെ നിർമ്മിക്കുന്ന വീടിന്റെ കട്ടിളവെപ്പ് ചടങ്ങ് നടന്നു. എടത്തുരുത്തി കർമ്മലനാഥ ഫെറോന ദേവാലയത്തിൽ പരിശുദ്ധ കർമ്മല മാതാവിന്റെയും വിശുദ്ധ വിൻസെന്റ് ഡി പോളിന്റെയും 84ാമത് ഊട്ടുതിരുനാൾ ജൂലൈ 25-26 തീയതികളിൽ നടക്കും. അന്തിക്കാട് പഞ്ചായത്തിലെ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കടകളിൽ പരിശോധന നടത്തി. വാർത്തകൾ വിശദമായി. കയ്പമംഗലം ചളിങ്ങാട് അമ്പലനട പ്രദേശത്ത് കാട്ടുപന്നിയെ കണ്ടെത്തി. ജനവാസ മേഖലയോട് ചേർന്ന സ്ഥലത്താണ് കാട്ടുപന്നിയെ കണ്ടത്. കാട്ടുപന്നി സമീപത്തെ പറമ്പുകളിലും റോഡുകളിലൂടെയും അലഞ്ഞു നടക്കുകയാണ്. ഇതോടെ പ്രദേശവാസികൾ ആശങ്ക പരന്നിരിക്കുകയാണ്. അധികൃതർ അടിയന്തരമായി സ്ഥലത്തെത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിലെ 11-ാം വാർഡിൽ നിർധന കുടുംബത്തിന് സുമനസുകളുടെ സഹായത്തോടെ നിർമ്മിക്കുന്ന വീടിന്റെ കട്ടിളവെപ്പ് ചടങ്ങ് നടന്നു. രാവിലെ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ കട്ടിളവെപ്പ് നിർവഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മണി ഉല്ലാസ്, വാർഡ് മെമ്പർ നഹിദ സലീം എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. 3 പീടിക GLP സ്കൂളിന് സമീപം താമസിക്കുന്ന ബീന കോരമ്പുരയ്ക്കൽ കുടുംബത്തിനുമാണ് ഏകദേശം 650 ചതുരശ്ര അടിയിൽ വീട് നിർമ്മിക്കുന്നത്. കുടുംബത്തിന്റെ ദുരവസ്ഥ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് സുമനസുകളിൽ നിന്ന് സ്വരൂപിച്ച ധനസഹായം വിനിയോഗിച്ചാണ് വീടിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നത്. വാർഡ് മെമ്പർ നഹിദ സലീമിന്റെ നേതൃത്വത്തിൽ ചളിങ്ങാട് ഹെൽപ്പ് ലൈൻ ക്ലബ്, പള്ളിവളവ് വിവാ ക്ലബ്, വാർഡിലെ നാട്ടുകാർ എന്നിവർ ചേർന്നാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 1-ാം വാർഡില് കോരമ്പുരയ്ക്കൽ ബീനയുടെ വീട് കട്ടിളവെപ്പ് ആണ് ഇന്നിവിടെ നടക്കുന്നത്. കാരണം വളരെ ഒരു അവസ്ഥയിലായിരുന്നു അവിടെ ഒരു താമസിച്ചിരുന്ന ഈ വീട്ടുകാർ. കാരണം ചോർന്നൊലിക്കുന്ന ഒരു വീട്ടിലും അതുപോലെ ഇടിഞ്ഞു പൊടിഞ്ഞ് കിടക്കുന്ന ഒരു വീടും കൂടിയായിരുന്നു. പക്ഷെ നമ്മൾ പഞ്ചായത്തിൻ്റെ മെയിൻ്റനൻസ് കൊടുത്തു കഴിഞ്ഞാൽ പോലും അവർക്ക് പറ്റാത്തൊരവസ്ഥയിലാണ്. പിന്നെ ലൈഫ് മിഷൻ പദ്ധതിയിലും ഇവർ ഉൾപ്പെട്ടിട്ടില്ല. മഴ തുടങ്ങിയപ്പോൾ തൊട്ടുള്ളൊരു ടെൻഷനായിരുന്നു, എന്താവും എന്നുള്ളത്. നമ്മൾ അവരെ വേറെ താമസിപ്പിച്ച് ഇപ്പം ഇന്ന് നമ്മൾ അതിനൊരു തുടക്കം കുറിച്ചിരിക്കുകയാണ്. കല്ലിടൽ കഴിഞ്ഞ് വളരെ ഭംഗിയായി. അതിനുശേഷം നമ്മളിപ്പോൾ കട്ടിളവെപ്പ്. ഇനി നമ്മളുടെ പണി സ്റ്റോപ്പ് ആവാണ്ട് മുന്നോട്ട് തന്നെ പോകും. നമുക്ക് ഒരു 5 ലക്ഷം രൂപയാണ് ഇതുവരെ അക്കൗണ്ടിൽ വന്നിട്ടുള്ളൂ. അതിൻ്റെ ഏകദേശം നമ്മളിപ്പോൾ പണി പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി തുടർ പ്രവർത്തനങ്ങൾക്ക് നമുക്ക് ഫണ്ട് ആവശ്യമാണ്. അതെന്തായാലും നമുക്ക് ഇൻഷാ അല്ലാഹ് നമ്മുടെ പണി തുടങ്ങുമ്പോൾ അതിൻ്റെതായ രീതിയിൽ വരുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. എടത്തുരുത്തി കർമ്മലനാഥ ഫെറോന ദേവാലയത്തിൽ പരിശുദ്ധ കർമ്മല മാതാവിന്റെയും വിശുദ്ധ വിൻസെന്റ് ഡി പോളിന്റെയും 84ാമത് ഊട്ടുതിരുനാൾ ജൂലൈ 25-26 തീയതികളിൽ നടക്കും. ജൂലൈ 17 വൈകിട്ട് 5:30 ഇരിഞ്ഞാലക്കുട രൂപതാ വികാരി ജനറൽ ഫാദർ ആൻഡ്രു ആലപ്പാടൻ കൊടിയേറ്റ് നിർവഹിക്കും. തിരുനാൾ വരെയുള്ള എല്ലാ ദിവസങ്ങളിലും വൈകിട്ട് 5:30 നവനാൾ കുർബാന ഉണ്ടായിരിക്കും. ജൂലൈ 25 വൈകിട്ട് 5:30 നേർച്ച, പാക്കറ്റ്, ആശീർവാദവും തുടർന്ന് നടക്കുന്ന കുർബാനയ്ക്ക് ഇരിഞ്ഞാലക്കുട രൂപത വികാരി ജനറൽ ഫാദർ വിൽസൺ ഈരക്കത്തറ മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് രൂപം എഴുന്നള്ളിപ്പ് വയ്ക്കൽ, പള്ളി ചുറ്റി പ്രദക്ഷിണവും ഉണ്ടായിരിക്കും. തിരുനാൾ ദിനമായ ജൂലൈ 26 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് നടക്കുന്ന ആഘോഷമായ തിരുനാൾ പാട്ടു കുർബാനയ്ക്ക് ഫാദർ ജോഷി പാലിയക്കര മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഇരിഞ്ഞാലക്കുട രൂപത വികാരി ജനറൽ ജോസ് മാളിയേക്കൽ തിരുനാൾ സന്ദേശം നൽകും. വൈകിട്ട് നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് പ്രദക്ഷിണത്തിനും
ഫാദർ മിൽട്ടൺ തട്ടിൽ കുരുവിള മുഖ്യ കാർമ്മികത്വം വഹിക്കും. രാവിലെ 9 മുതൽ ഊട്ടുനേർച്ച ഉണ്ടായിരിക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അസിസ്റ്റന്റ് വികാരി ഫാദർ ജേക്കബ് കുറ്റിക്കാട്, ജനറൽ കൺവീനർ വർഗീസ് ചാലിശ്ശേരി, കൈക്കാരന്മാരായ ഫിലിപ്പ് കുരുതുകുളങ്ങര, മീൻപറമ്പിൽ, തോമസ് ആന്റണി, ജോർജ് വലിയ വീട്ടിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. എടത്തിരുത്തി കർമ്മല മാതാ ഫൊറോന ദേവാലയത്തിൽ പതിവ് പോലെ ഈ വർഷവും കൂട്ടുതിരുന്നാള് വളരെ സന്തോഷത്തോടുകൂടെ ആത്മീയ ഒരുക്കത്തോടുകൂടെ കൊണ്ടാടുകയാണ്. AD 1948 ഈ ദേവാലയം വിൻസെൻ്റ് പോളിൻ്റെ തീർത്ഥാടന കേന്ദ്രമായിട്ട് പ്രഖ്യാപിക്കുന്നത്. ഇന്ത്യയിലെ തന്നെ ഏക ദേവാലയം എടത്തിരുത്തി ഫൊറോന ദേവാലയം. ജില്ലയുടെയും അപ്പുറത്തുള്ള ജില്ലകളുടെയും ഭാഗത്തുനിന്ന് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു തിരുനാളാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇതിനുള്ള കവറേജ് അതുപോലെ കൊടുക്കാനായിട്ടൊരു താല്പര്യം കൂടി ഞാൻ ഇതിൽ പറയുകയാണ്. പിന്നെ 25-ാം തീയതി വൈകിട്ട് പ്രദക്ഷിണം, കുർബാനയ്ക്ക് ശേഷം പ്രദക്ഷിണം. പഴുവിൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ച ചക്രാപുരം മഹാവിഷ്ണു ഉപക്ഷേത്രത്തിന്റെയും നടപ്പുരയുടെയും തീർത്ഥ കിണറിന്റെയും സമർപ്പണവും പ്രതിഷ്ഠയും നടന്നു. രാവിലെ നടന്ന വിശേഷാൽ പൂജകൾക്ക് ശേഷം ബാലാലയത്തിൽ നിന്ന് ദേവനെ ക്ഷേത്രത്തിലേക്ക് മാറ്റി പ്രതിഷ്ഠിച്ചു. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ചെറുകുന്നത്ത് മന വിഷ്ണുനാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മേൽശാന്തി ശങ്കർ തിരുമേനി സഹകാർമ്മികനായി. ദേവസ്വം ഓഫീസർ PC വിഷ്ണു, എളവള്ളി ശിവദാസാനാചാരി, ശില്പി ഷിജിൽ എന്നിവർ നേതൃത്വം നൽകി. അതിലൊക്കെ ഉയർന്നു വന്നിരുന്നത് ചക്രാപുരം മഹാവിഷ്ണുവിന്റെ ചെറിയ പ്രീതി. അതായത് ഇവിടെ നമ്മളുടെ രേഖകൾ പരിശോധിക്കുമ്പോൾ ഇവിടുന്ന് ഒരു 200-250 മീറ്റർ അപ്പുറത്തായിട്ടാണ് ഈ ക്ഷേത്രം നിലനിന്നിരുന്നത്. അപ്പോൾ അത് ക്ഷയിച്ചപ്പോൾ അവിടുന്ന് ഇവിടേക്ക് റീലൊക്കേറ്റ് ചെയ്തതാണ്. ഏകദേശം ഒരു 100 വർഷം മുമ്പാണെന്നുള്ളതാണ് എൻ്റെ ഒരു അനുമാനം. അപ്പോൾ അവിടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിന്നിരുന്ന ദേവനെ ഇവിടെ വന്ന് ഉപദേവനായപ്പോൾ അത് വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ല എന്നുള്ള ഒരു ചെറിയ അപ്രീതി അതിൽ കണ്ടിരുന്നു. അപ്പം അങ്ങനെ അത് മാത്രമല്ല, ഇത് ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം നടത്തിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാ പുനരുദ്ധാരണവും വളരെ സുഗമമായിട്ട് നടക്കുന്നുള്ള ഒരു കാര്യം കൂടെ അതിൽ പറഞ്ഞു. അതായിരുന്നു നമ്മളുടെ ഇത് മറ്റ് പ്രോജക്റ്റുകൾക്ക് മുൻപ് ഫിനിഷ് ചെയ്യാനുള്ള ഒരു ഉത്തേജനം അതായിരുന്നു. അന്തിക്കാട് പഞ്ചായത്ത് വാർഡ് 8 ALMCയുടെ നേതൃത്വത്തിൽ പുത്തൻപീടിക ഉദയം അംഗനവാടിയിലെ അധ്യാപിക KN അഞ്ജലിക്ക് യാത്രയയപ്പ് നൽകി. പഞ്ചായത്ത് അംഗം CL ജോബി ഉദ്ഘാടനം ചെയ്തു. ആശാവർക്കർ ഹേമ സതീശൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ അംഗനവാടിയിലേക്കുള്ള വെയിങ് മെഷീനും കൈമാറി. അംഗനവാടി വർക്കർ TK സതി, ALMSC അംഗങ്ങളായ സുമ മോഹൻ, ജിപ്സി വിൽസൺ, അമ്പിളി ജിഗേഷ് എന്നിവർ നേതൃത്വം നൽകി. പ്രിയദർശിനി യാത്രയ്ക്ക് സ്വീകരണം നൽകി താന്യം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് താന്യം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടിയിലെ വനിതകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര പ്രിയദർശിനി ആരംഭിച്ച 1 മാസം പിന്നിടുന്ന ഇന്ന് തൃശൂർ, പാലക്കൽ, അമ്മാടം, ചാഴൂർ, പെരിങ്ങോട്ടുകര, ചെമ്മാപ്പള്ളി, തൃപ്പയാർ വഴി രാവിലെ എറണാകുളത്തേക്ക് പോകുന്ന പ്രിയദർശിനി ബസ്സിന് 6:30 പെരിങ്ങോട്ടുകര 4 കൂടിയ സെന്ററിൽ സ്വീകരണവും മധുര വിതരണവും നടത്തി. ഡ്രൈവർ രാജു ബേബി, കണ്ടക്ടർ ജിജോ മോഹൻ എന്നിവരെ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ആൻഡോ തൊറയൻ ഷാൾ അണിയിച്ചു അനുമോദനങ്ങൾ നേർന്നു. ബസ് യാത്രക്കാർക്ക് മധുര വിതരണവും നടത്തി. വാഗ്ദാനങ്ങൾ പാലിച്ച് മുന്നോട്ടു പോകുന്ന UDF സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ച മുദ്രാവാക്യങ്ങളുമായാണ് ബസ്സിനെ പ്രവർത്തകർ സ്വീകരിച്ചത്. ബ്ലോക്ക് കോൺഗ്രസ് ട്രഷറർ VK പ്രദീപ്, CMP ജില്ലാ കമ്മിറ്റി മെമ്പർ PB രമേശ്, കോൺഗ്രസ് നേതാക്കളായ സിദ്ദിഖ് കൊളത്തേക്കാട്ട്, മറ്റു പ്രവർത്തകർ എന്നിവർ നേതൃത്വം നൽകി. നമുക്കറിയാം, UDF സർക്കാർ അധികാരത്തിലേറിയപ്പോൾ വാഗ്ദാനം ചെയ്ത ഇന്ദിരാ ഗ്യാരണ്ടി 5 ഇന്ദിരാ ഗ്യാരണ്ടിയാണ് വാഗ്ദാനം ചെയ്തിരുന്നത്. അതിൽ പ്രിയദർശിനി പ്രിയപ്പെട്ട ഈ കേരളത്തിലെ എല്ലാ വനിതകൾക്കും KSRTCയിൽ സൗജന്യ യാത്ര നൽകിയിരുന്നു. അതിൻ്റെ 1 മാസം തികയ്ക്കുന്ന ദിവസമാണിന്ന്. നമുക്കറിയാം, നമ്മുടെ ഈ പ്രദേശത്തു കൂടെ തൃശ്ശൂരിൽ നിന്ന് അമ്മാടം, ചാഴൂർ, പെരിങ്ങോട്ടുകര, ചെമ്മാപ്പള്ളി വഴി തൃപ്പയാർ വഴി എറണാകുളത്തേക്ക് പോകുന്ന പ്രിയദർശിനിക്ക് ഇന്ന് ഇവിടെ സ്വീകരണം നൽകുകയുണ്ടായി. തൃശൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി FIFA മാസ്റ്റേഴ്സ് ഫുട്ബോൾ മെഗാ ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ചടങ്ങ്. എഞ്ചിനീയറിംഗ് ഇൻസ്ട്രക്ടർ J നെൽസൺ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ സൂപ്രണ്ട് ജയപ്രസാദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അർജന്റീന, സ്പെയിൻ, ഇംഗ്ലണ്ട്, ഫ്രാൻസ് എന്നീ പ്രമുഖ ലോകകപ്പ് ടീമുകളുടെ പേരുകളിലായി 4 ഗ്രൂപ്പുകളായി തിരിഞ്ഞാണ് വിദ്യാർത്ഥികൾ മത്സരത്തിൽ മാറ്റുരച്ചത്. 3 കുട്ടികൾ വീതമടങ്ങുന്നതായിരുന്നു ഓരോ ടീമും. ഫുട്ബോൾ ലോകകപ്പ് ചരിത്രം,
ഫുട്ബോൾ കളി നിയമങ്ങൾ, ഫുട്ബോൾ ലോകകപ്പ് 2026 എന്നീ 3 റൗണ്ടുകളിലായി നടന്ന മത്സരത്തിൽ അറിവിന്റെയും ഫുട്ബോൾ ആവേശത്തിന്റെയും കടുത്ത പോരാട്ടമാണ് അരങ്ങേറിയത്. മത്സരത്തിൽ പങ്കെടുക്കുന്ന ടീമുകൾക്ക് ഉത്തരം നൽകാൻ സാധിക്കാത്ത ചോദ്യങ്ങൾക്ക് സദസ്സിലുള്ള വിദ്യാർത്ഥികൾക്ക് ഉത്തരങ്ങൾ നൽകുകയും ശരിയായ ഉത്തരം പറയുന്നവർക്ക് വേദിയിൽ വെച്ച് തന്നെ ആകർഷകമായ സമ്മാനങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തത് മത്സരത്തിന് മാറ്റുകൂട്ടി. ക്വിസ് മത്സരത്തിന്റെ കോർഡിനേറ്റർമാരായ നിജേഷ്, വിപിൻ നാഥ് എന്നിവർ മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി. അധ്യാപകരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. ഒരു ഇടവേളയ്ക്ക് ശേഷം വാർത്താ നേരം തുടരും. നിങ്ങളുടെ ലാപ്ടോപ്പിന്റെ പെർഫോമൻസ് കുറഞ്ഞു, ലാപ്ടോപ്പിൽ ചാർജിംഗ് കപ്പാസിറ്റി കുറഞ്ഞു. വിഷമിക്കേണ്ട, ലാപ്ടോപ്പുകളുടെയും കമ്പ്യൂട്ടറുകളുടെയും ഏതു പ്രശ്നങ്ങളും ഉടനടി റിപ്പയർ ചെയ്തു കൊടുക്കുന്നു. കൂടാതെ എല്ലാവിധ കമ്പ്യൂട്ടർ അനുബന്ധ കണക്ടറുകളും കേബിളുകളും ഇവിടെ ലഭിക്കുന്നു. വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള തൃപ്പയാറിലെ ഏക സ്ഥാപനം ലൈവ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ലാപ്ടോപ്പ് റിപ്പയറിംഗ് സെന്റർ. ഫോൺ 9946048988. വാർത്താ നേരം തുടരുന്നു. തീരദേശ മേഖലയിലെ യുവാക്കളെയും കുട്ടികളെയും ലക്ഷ്യമാക്കി മാരക ലഹരി മരുന്നായ MDMA വിൽപ്പന നടത്തി വന്ന സംഘത്തിലെ പ്രധാന കണ്ണിയെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. നിരവധി ക്രിമിനൽ കേസിൽ പ്രതിയായ അഴീക്കോട് കൊട്ടിക്കൽ സ്വദേശി മുടുവൻകാട്ടിൽ 31 വയസ്സുള്ള അൻഷാദാണ് അറസ്റ്റിലായത്. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. ഇക്കഴിഞ്ഞ ജൂലൈ 11 മതിലകത്ത് വാടകയ്ക്ക് താമസിച്ചിരുന്ന കരിപ്പടന സ്വദേശി നിസാമാമുൾ ഹഖ്, മതിലകം കൊട്ടേക്കാട്ട് വീട്ടിൽ മുഹമ്മദ് അനസ് എന്നിവരെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി മുഹമ്മദ് നദീം IPS നേതൃത്വത്തിലുള്ള തൂഫാൻ സ്പെഷ്യൽ സ്ക്വാഡും മതിലകം പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. ഇവർക്കെതിരെ NDPS നിയമത്തിന് പുറമെ ബാലനീതി നിയമത്തിലെ ജാമ്യമില്ലാ വകുപ്പും സെക്ഷൻ 77 ചുമത്തിയാണ് കേസെടുത്തിരുന്നത്. തുടർന്ന് ഈ 2 പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരുന്നു. ഈ കേസിൽ നടത്തിയ ശാസ്ത്രീയമായ അന്വേഷണത്തിൽ പ്രതികൾക്ക് MDMA എത്തിച്ചു നൽകിയത് അൻഷാദ് ആണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ലഹരി മരുന്ന് വിതരണ ശൃംഖലയിലെ പ്രധാന കണ്ണിയായ ഇയാളെ അറസ്റ്റ് ചെയ്തത്. അന്തിക്കാട് പഞ്ചായത്തിലെ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കടകളിൽ പരിശോധന നടത്തി. പഴകിയ ഭക്ഷണം പിടിച്ചെടുത്ത് നശിപ്പിച്ചു. ലൈസൻസ്, ജലപരിശോധന സർട്ടിഫിക്കറ്റ്, ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഫുഡ് ഹാൻഡിലേഴ്സ് സർട്ടിഫിക്കറ്റ്, പുകവലി നിരോധന മേഖല സർട്ടിഫിക്കറ്റ്, വൃത്തിഹീനമായ സാഹചര്യം എന്നീ കുറവുകൾ കണ്ടെത്തിയ അന്തിക്കാട് രുചിക്കൂട്ട്, അശോക ടീ സ്റ്റാൾ, ബാബുട്ടൻസ് ഫുഡ്സ്, സലാല ബേക്കറി, ശില്പ ടീ സ്റ്റാൾ, ബ്ലൂബെറി ടീ സ്റ്റാൾ, അശോക ടീ സ്റ്റാൾ എന്നീ സ്ഥാപനങ്ങൾക്കെതിരെ നോട്ടീസ് നൽകി പിഴ ചുമത്തി. നിരോധിച്ച പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. 13,500 രൂപ പിഴ ചുമത്തി. പരിശോധനയ്ക്ക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ MB ബിനോയ്, അശ്വതി സിദ്ധാർത്ഥൻ എന്നിവർ നേതൃത്വം നൽകി. പകർച്ചവ്യാധികളായ ഭക്ഷ്യ ജലജന്യ രോഗങ്ങൾക്കെതിരെ നാം ഓരോരുത്തരും ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. വൃത്തിയില്ലാത്ത സാഹചര്യം, ലൈസൻസ്, ജലപരിശോധന സർട്ടിഫിക്കറ്റ്, ഫുഡ് ഹാൻഡിലേഴ്സ് സർട്ടിഫിക്കറ്റ്, പുകവലി നിരോധന ബോർഡുകൾ എന്നിവ നിർബന്ധമായും പാലിക്കുന്ന സ്ഥാപനങ്ങൾക്ക് മാത്രമേ പ്രവർത്തനാനുമതി നൽകുകയുള്ളൂ എന്ന് സെക്രട്ടറി അറിയിച്ചു. വിദേശത്തെ മയക്കുമരുന്ന് കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ച് നാട്ടിലെത്തി വീണ്ടും രാസലഹരി വിൽപ്പന നടത്തിയ 2 പേർ പിടിയിൽ. വിദേശ രാജ്യങ്ങളിൽ മയക്കുമരുന്ന് കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിൽവാസം അനുഭവിച്ച ശേഷം നാട്ടിലെത്തിയ 2 പേർ വീണ്ടും മാരക മയക്കുമരുന്നായ MDMA വിൽപ്പന നടത്തുന്നതിനിടെ പോലീസിന്റെ പിടിയിലായി. വലപ്പാട് സ്വദേശി പുതിയ വീട്ടിൽ മുഹമ്മദ് റഷീദ്, പുല്ലൂട്ട് സ്വദേശി കുന്നുപുറത്ത് വീട്ടിൽ ഷംനാദ് എന്നിവരാണ് 20 ഗ്രാമോളം MDMA-യുമായി തൂഫാൻ സ്പെഷ്യൽ സ്ക്വാഡും വലപ്പാട് പോലീസും ചേർന്ന് പിടികൂടിയത്. ഗൾഫിൽ വെച്ച് മയക്കുമരുന്ന് കേസിൽ ഷംനാദ് 6 വർഷവും മുഹമ്മദ് റാഷിദ് 1.5 വർഷവും ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ളവരാണ്. ശിക്ഷ കഴിഞ്ഞ് നാട്ടിലെത്തിയ ശേഷവും ഇവർ മയക്കുമരുന്ന് ഇടപാടുകൾ തുടരുകയായിരുന്നു. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യവിവരത്തിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത്. കൊടുങ്ങല്ലൂർ DYSP പ്രമോദ്, തൃശൂർ റൂറൽ നാർക്കോട്ടിക് സെൽ DYSP അബ്ദുൽ സലാം, തൂഫാൻ സ്പെഷ്യൽ സ്ക്വാഡ് SI പ്രദീപ്, CRASI ലിജു, IRG SPO ബിജു, CK CPOമാരായ നിഷാദ്, സുർജിത് സാഗർ, വലപ്പാട് പോലീസ് സ്റ്റേഷൻ SI എബിൻ, GSI ഉണ്ണി, GSI നിഷി, CPOമാരായ സന്ദീപ്, ശ്യാം മാഷ് എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. തൃപ്രയാർ ക്ഷേത്രത്തിലെ 4അമ്പല തീർത്ഥാടനത്തോടനുബന്ധിച്ച് വാടാനപ്പള്ളി ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നാട്ടിക ഗ്രാമപഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിൽ ഹോട്ടലുകൾ, ബേക്കറികൾ, ശീതളപാനീയ വിൽപ്പനശാലകൾ, താൽക്കാലിക കടകൾ തുടങ്ങി 29 സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി. തൃപ്പയാർ ക്ഷേത്രത്തിലെ 4അമ്പല തീർത്ഥാടനത്തോടനുബന്ധിച്ച് വാടാനപ്പള്ളി ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നാട്ടിക ഗ്രാമപഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിൽ തൃപ്പയാർ ക്ഷേത്ര പരിസരം മുതൽ സെന്റർ വരെയുള്ള ഹോട്ടലുകൾ, ബേക്കറികൾ, ശീതളപാനീയ വിൽപ്പനശാലകൾ, താൽക്കാലിക കടകൾ തുടങ്ങി 29 സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി. ശുചിത്വ സൗകര്യങ്ങളുടെ പോരായ്മ, മാലിന്യ സംസ്കരണ സൗകര്യങ്ങളുടെ അഭാവം,
ഇന്ത്യൻ പുകയില നിയന്ത്രണ നിയമം 2003 പാലിക്കാത്ത സ്ഥാപനങ്ങൾ, ഹെൽത്ത് കാർഡ് ഇല്ലാത്ത സ്ഥാപനങ്ങൾ തുടങ്ങി 7 സ്ഥാപനങ്ങൾക്ക് പൊതുജനാരോഗ്യ നിയമം 2023 പ്രകാരം മുന്നറിയിപ്പ് നോട്ടീസ് നൽകി. പരിശോധനയ്ക്ക് തൃശൂർ ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ടെക്നിക്കൽ അസിസ്റ്റന്റ് ചാർജ് വഹിക്കുന്ന TP ഹനീഷ് കുമാർ, ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ P രാജൻ, SL ദീപ, A സുബൈർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ S ഫസീല, BV, L അഖില, CP നിഷൻ, ഫിദ ഫാത്തിമ, O പ്രിയകുമാരി, TS സബീന, PR കീർത്തന, നാട്യ ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ KR റീജ തുടങ്ങിയവർ നേതൃത്വം നൽകി. തളിക്കുളം കോപ്രകുളത്തെ വാഹനമിടിച്ച് കാൽനട യാത്രക്കാരനായ മത്സ്യത്തൊഴിലാളി മരിച്ചു. ദേശീയപാത തളിക്കുളം കോപ്രകുളത്തെ വാഹനമിടിച്ച് കാൽനട യാത്രക്കാരനായ മത്സ്യത്തൊഴിലാളി മരിച്ചു. തളിക്കുളം നമ്പിക്കടവ് കുറുമ്പം വീട്ടിൽ 55 വയസ്സുള്ള ഇക്ബാൽ ആണ് മരിച്ചത്. സർവീസ് റോഡിൽ നിന്ന് വാഹനമിടിച്ച് ദേശീയപാതയിലേക്ക് തെറിച്ചു വീണ ഇക്ബാലിന്റെ ശരീരത്തിലൂടെ മറ്റു വാഹനം കയറി ഇറങ്ങുകയായിരുന്നു. ഇടിച്ച വാഹനങ്ങൾ നിർത്താതെ പോയി. ഗുരുവായൂർ ക്ഷേത്രത്തിലെ വൈജയന്തി കെട്ടിടത്തിൽ തീപിടുത്തം. കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ദേവസ്വം ആരോഗ്യ വിഭാഗത്തിന്റെ സ്റ്റോർ റൂമിലാണ് തീപിടുത്തമുണ്ടായത്. രാവിലെ സ്റ്റോർ റൂമിൽ നിന്ന് വലിയ രീതിയിൽ പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഉടൻ തന്നെ ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയായിരുന്നു. സ്റ്റേഷൻ ഓഫീസർ SD സജിത് ലാലിന്റെ നേതൃത്വത്തിൽ അരമണിക്കൂറിനുള്ളിൽ തീ പൂർണ്ണമായും അണച്ചു. സ്റ്റോർ റൂമിലുണ്ടായിരുന്ന ബ്ലീച്ചിംഗ് പൗഡർ, സോപ്പ് പൊടി തുടങ്ങിയ ശുചീകരണ സാമഗ്രികളും ദേവസ്വം പ്രസിദ്ധീകരണങ്ങളും മരത്തിന്റെ മേശയുൾപ്പെടെയുള്ള സാമഗ്രികളും പൂർണ്ണമായും കത്തിനശിച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. കൊടുങ്ങല്ലൂർ കോതപറമ്പിൽ സ്കൂളിൽ മോഷണം. വാസുദേവ വിലാസം UP സ്കൂളിലെ പാചകപ്പുരയിലാണ് മോഷണം നടന്നത്. പലചരക്ക് സാധനങ്ങളും പാത്രങ്ങളും മോഷണം പോയി. പാചകപ്പുരയും സ്റ്റോർ റൂമും കുത്തി തുറന്ന മോഷ്ടാവ് 5 ചാക്ക് അരി, കുക്കറുകൾ, വലിയ പാത്രങ്ങൾ, മിക്സി തുടങ്ങിയവയാണ് മോഷ്ടിച്ചത്. പാചക സാധനങ്ങൾ മോഷണം പോയതിനെ തുടർന്ന് വിദ്യാലയത്തിലെ ഉച്ചഭക്ഷണം അവതാളത്തിലായി. ഇരിങ്ങാലക്കുടയിലെ ICL ഫിനാൻഷ്യൽ കോർപ്പറേഷൻ സ്ഥാപനത്തിൽ 30 കോടിയുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. തളിക്കുളം ഇടശ്ശേരി സ്വദേശിനി സ്മിഷ, കരുവന്നൂർ മൂർക്കനാട് സ്വദേശി നിഷ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് തൃശൂർ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ശശികുമാർ തള്ളി ഉത്തരവായത്. 2018 മുതൽ 2026 വരെയുള്ള കാലയളവിൽ സ്ഥാപനത്തിലെ ജീവനക്കാരായിരുന്ന പ്രതികൾ സ്ഥാപനത്തിലെ തൃശൂർ ശക്തൻ ബ്രാഞ്ചിലെ മാനേജറായ കേസിലെ 4ാം പ്രതിയുമായി കൂട്ടുചേർന്ന് വ്യാജ ട്രാൻസാക്ഷൻസ് വഴി തുക തിരിമറി ചെയ്ത് തട്ടിപ്പ് നടത്തുകയായിരുന്നു. വിവിധ ബ്രാഞ്ചുകളിലെ നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതിനും കാലാവധി പൂർത്തിയായി തിരിച്ചു കൊടുക്കുന്നതിനുമുള്ള ചുമതല പ്രതികൾക്കായിരുന്നു. ഡിവെഞ്ചർ സെക്ഷനിലെ ഹെഡിന്റെ സോഫ്റ്റ്വെയറിലെ യൂസർ ID, പാസ്വേഡ്, ഡിജിറ്റൽ സൈൻ എന്നിവ ഉപയോഗിച്ചാണ് തട്ടിപ്പ് നടത്തിയിരുന്നത്. ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ KP അജയകുമാർ കോടതിയിൽ ഹാജരായി. എരുമപ്പെട്ടിയിൽ തനിച്ച് താമസിക്കുന്ന വയോധികയുടെ സ്വർണമാല കവർന്നു. കരിയന്നൂർ അണ്ടേക്കാട്ട് വീട്ടിൽ 80 വയസ്സുള്ള ബിവാത്തുവിന്റെ 3 പവന്റെ മാലയാണ് യുവാവ് കവർന്നത്. കഴിഞ്ഞ ദിവസമാണ് മോഷണം നടന്നത്. പകൽ സമയത്ത് വീട്ടിലേക്ക് കയറി ചെന്ന മോഷ്ടാവ് കട്ടിലിൽ കിടക്കുകയായിരുന്ന ബിവാത്തുവിന്റെ കഴുത്തിൽ ഞെരുക്കി മാല ഊരിയെടുക്കുകയായിരുന്നു. വിരലിൽ കിടന്നിരുന്ന മോതിരം ഊരിയെടുക്കാൻ ശ്രമം നടന്നു. പിടിവലിയിൽ മോഷ്ടാവ് ബിവാത്തുവിന്റെ കൈപിടിച്ച് തിരിച്ചതിനെ തുടർന്ന് വിരലുകൾക്ക് പരിക്ക് പറ്റി. മകൻ മരിച്ചതിനു ശേഷം ഇവർ തനിച്ചാണ് താമസം. മാല ഊരിയെടുത്തതിനു ശേഷം മോഷ്ടാവ് വാതിൽ പുറത്തുനിന്ന് കുറ്റിയിട്ട് കടന്നുകളയുകയായിരുന്നു. എരുമപ്പെട്ടി പോലീസ് കേസെടുത്തു. തൃശൂരിൽ നിന്ന് വിരലടയാള വിദഗ്ധരെത്തി പരിശോധനയും നടത്തി. തലയെക്കൂടി ഇങ്ങോട്ട് വലിച്ചു ഊരിയ ജീവിച്ച് മാല പൊട്ടുന്നില്ല. അവൻ്റെ പൊള്ളച്ചാങ്കിനെ പിടിച്ചും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അത് കയ്യിലങ്ങോട്ട് കിട്ടിവിടുമ്പോൾ അവൻ അടുത്ത വാതിൽ പിറ്റിട്ടു. എന്നിട്ട് അങ്ങോട്ട് ഓടി. എവിടേക്കാണ് ഓടി എന്ന് വെച്ചാൽ ഞാൻ റോട്ടിൽ ചെന്ന് നോക്കുമ്പോൾ ഒരാളും ഇല്ല. പീടിയൊന്നും തുറന്നിട്ടില്ല. ഒരു റോട്ടിലൊന്നും ഒരൊറ്റ ആളുണ്ടായിരുന്നില്ല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കയ്പമംഗലം ചളിങ്ങാട് അമ്പലനട പ്രദേശത്ത് കാട്ടുപന്നിയെ കണ്ടെത്തി. ജനവാസ മേഖലയോട് ചേർന്ന സ്ഥലത്താണ് കാട്ടുപന്നിയെ കണ്ടെത്തി. കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിലെ 11ാം വാർഡിൽ നിർധന കുടുംബത്തിന് സുമനസുകളുടെ സഹായത്തോടെ നിർമ്മിക്കുന്ന വീടിന്റെ കട്ടിളവെപ്പ് ചടങ്ങ് നടന്നു.
എടത്തുരുത്തി കർമ്മലനാഥ ഫൊറോന ദേവാലയത്തിൽ പരിശുദ്ധ കർമ്മല മാതാവിന്റെയും വിശുദ്ധ വിൻസെന്റ് ഡി പോളിന്റെയും 84ാമത് ഊട്ടുതിരുനാൾ ജൂലൈ 25-26 തീയതികളിൽ നടക്കും. അന്തിക്കാട് പഞ്ചായത്തിലെ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കടകളിൽ പരിശോധന നടത്തി. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.